നമസ്കാരം. വോക്സ് ചേതനയുടെ ചേതനോത്സവ സ്പെഷ്യൽ സീരീസിലേക്ക് സ്വാഗതം. സമൂഹത്തിൽ നിസാരവൽക്കരിക്കുന്ന പല പ്രശ്നങ്ങളും ജനങ്ങൾക്കിടയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്ന മാധ്യമ സംരംഭകത്തിൻ്റെ കോ-ഫൗണ്ടറും അതുപോലെ തന്നെ ചീഫ് എഡിറ്ററുമായ മനില സി മോഹൻ മാമാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. മാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇന്ന് ഇങ്ങനെ മാമിൻ്റെ മുന്നിൽ ഇൻ്റർവ്യൂക്കായിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടെൻഷനുണ്ട്. ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ്. സോ മാം ഇന്ന് ഇൻഡസ്ട്രിയിലോട്ട് വന്നിട്ട് ഇപ്പോൾ ഒരു 25 വർഷത്തോളമായി. സോ മാമിൻ്റെ ആദ്യകാല ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ആദ്യത്തെ ഇൻ്റർവ്യൂവിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ്? ജേർണലിസം തുടങ്ങുന്നത് ഇൻ്റർവ്യൂ ചെയ്തിട്ടൊന്നുമല്ല. അതിനു മുമ്പ് ഡെസ്കിൽ ആണ് ജോലി ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ കൈരളി ടി വിയിലായിരുന്നു എൻ്റെ കരിയർ തുടങ്ങുന്നത്. അതിനു മുമ്പ് ഇവിടെ തൃശ്ശൂർ തന്നെയുള്ള TCV എന്ന് പറയുന്ന ഒരു ലോക്കൽ ചാനലുണ്ട്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് അവിടെ വാർത്ത എഴുതാനൊക്കെ വാർത്ത വായിക്കാനും പോയിട്ടുണ്ടായിരുന്നു. ഒരു 2-3 വർഷം. അത് കഴിഞ്ഞിട്ടാണ് കൈരളി ടി വിയിൽ വരുന്നത്. കൈരളി ടി വിയിൽ ഡെസ്കിലാണ് ജോലി തുടങ്ങുന്നത്. ഇൻ്റർവ്യൂസ് ഒന്നും അല്ല ആദ്യം ചെയ്തിട്ടുള്ളത്. പിന്നെ വാർത്ത വായിക്കാൻ തുടങ്ങിയ സമയത്താണ് ലൈവിൽ ഇൻ്റർവ്യൂ, ഫോണിൻ ടെലിയിനൊക്കെയായിട്ട് ആളുകൾ പുറത്ത് നിന്നിട്ടുള്ള ആളുകളുടെ ഇൻ്റർവ്യൂസ് എന്നുള്ള രീതിയിൽ, ഇൻ്റർവ്യൂ എന്നാണോ അതിന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ ടെലിയിനൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിലെനിക്ക് ഓർമ്മയുള്ളൊരു സംഗതി എന്താ വെച്ചാൽ, KR നാരായണൻ മരിച്ച ദിവസം ലൈവിലിരുന്ന് വാർത്ത വായിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ സൈനിക ഹോസ്പിറ്റലിൽ നിന്ന് മരിച്ചു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് എല്ലാ ടെലിവിഷൻ ചാനലുകളിൽ നിന്നൊക്കെ ബ്രേക്ക് ചെയ്ത് വരുന്നത്. അപ്പോൾ കൈരളി ടി വിയും മലയാളത്തിലെ ചാനലുകളൊക്കെ ആ വാർത്ത ബ്രേക്കിംഗ് ആയിട്ട് കൊടുക്കുക മാത്രമല്ല, KR നാരായണനുമായിട്ടുള്ള എക്സ്പീരിയൻസ് ബന്ധമുള്ള ആളുകളെയൊക്കെ വിളിച്ചിട്ട് പുള്ളിയായിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഒരു സീരീസൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ടെലിയിൻ ലൈവിൽ വിളിച്ചിട്ട് KR നാരായണനായിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ പങ്കുവെച്ചിട്ടുള്ളൊരു ഓർമ്മയുണ്ട് എനിക്ക്. പക്ഷേ അതിൻ്റെ ഒരു ആൻറ്റി ക്ലൈമാക്സ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, മരണം സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള വാർത്ത കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്തു വരികയും ലൈവിൽ തന്നെ നമുക്കത് തിരുത്തി പറയേണ്ടി വരികയും ചെയ്തു. നമ്മൾ ഖേദമൊക്കെ പ്രകടിപ്പിച്ച് അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് പറയേണ്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അതാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ആദ്യത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു സംഗതി. പിന്നെ പ്രിൻറ്റിൽ വന്നിട്ട് ആണ് ഈ വ്യവസ്ഥാപിതമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഫോർമാറ്റിലുള്ള ഒരു സംഗതി ചെയ്യുന്നത്. അത് ചെയ്യുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് വേണ്ടിയിട്ട്. അത് ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ സ്റ്റാഫല്ല, പുറത്ത് നിന്നിട്ട് ചെയ്തിട്ടുള്ള M മുകുന്ദനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതാണ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും രസമുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അത് മാതൃഭൂമിയുടെ ഓഫീസിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അദ്ദേഹം കോഴിക്കോട് വരികയും ഞാൻ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോട് പോവുകയൊക്കെ ചെയ്ത് അവിടെ ഇരുന്ന് ചെയ്തിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് M മുകുന്ദനുമായിട്ടുള്ള. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ടെക്സ്റ്റ് ഇൻ്റർവ്യൂ. പണ്ട് കാലത്തെ ഇൻ്റർവ്യൂസും അല്ലെങ്കിൽ ജേർണലിസം തന്നെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചുകൾ ഈ ഒരു കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ഒരു 20 വർഷം മുൻപിലുള്ള ജേർണലിസം അല്ല ഇപ്പോഴുള്ളൊരു ജേർണലിസം. ഇപ്പോൾ കൂടുതലും നമ്മൾ ഫെയിമിന് വേണ്ടിയിട്ടും കൂടുതൽ മൊബൈൽ ജേർണലിസത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ രണ്ട് ജേർണലിസം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഏതൊരു ജേർണലിസത്തിനാണ് പ്രാധാന്യം, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും മൊബൈൽ ജേർണലിസം ഫോക്കസ് ചെയ്യുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യത്യസ്തത, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു കാലഘട്ടം വളരെയധികം സ്പെഷ്യൽ ആയിരുന്നു പറയാമോ? ഈ 20 വർഷത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത്ര പഴയ കാലഘട്ടമല്ല സത്യത്തിൽ. കുട്ടികൾക്ക് അങ്ങനെ തോന്നുന്നതാണെന്ന് തോന്നുന്നു. 25 വർഷം എന്ന് പറയുന്നത് ജേർണലിസമൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ അത്ര പഴയ കാലമല്ല സത്യത്തിൽ. നമുക്കൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കാലം തന്നെയാണ്. അതിൻ്റെ ഫോർമാറ്റിലോ ഇപ്പം പൂർണ്ണമായിട്ട് ഇപ്പം മൊബൈൽ ജേർണലിസവും അല്ല, പുതിയെന്നല്ല, ജേർണലിസ്റ്റിക് സ്ഥാപനങ്ങൾ, വലിയ മാധ്യമ സ്ഥാപനങ്ങളൊന്നും മൊബൈൽ ജേർണലിസവും അല്ല ചെയ്യുന്നത്. മൊബൈലിനെ ഈ ജേർണലിസത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ടെന്നേ ഉള്ളൂ. മുഴുവനും മൊബൈൽ ജേർണലിസം ചെയ്യുന്ന സ്ഥാപനങ്ങളൊന്നും ഇല്ല, ഇപ്പോഴും ഇല്ല. അതിൻ്റെ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മൊബൈലിനെ പലതരത്തിലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ത്രൂ ഔട്ട് മൊബൈൽ ജേർണലിസം അല്ല ചെയ്യുന്നത്. അങ്ങനെ പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ എക്യുപ്മെൻറ്റിന് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ സൗകര്യങ്ങൾ, സാങ്കേതിക വിദ്യനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്. വ്യത്യാസം വന്നിട്ടുള്ളത് കഴിഞ്ഞൊരു 25 വർഷത്തിൻ്റെ ഇപ്പുറത്ത് നോക്കുമ്പോൾ പ്രിന്റ് ജേർണലിസത്തിന് ഭയങ്കര പ്രാമുഖ്യം ഉണ്ടായിരുന്ന ഒരു കാലമാണ് സത്യത്തിൽ ഒരു 25 വർഷത്തിന് മുമ്പെന്ന് പറയുന്നത്. പത്രങ്ങളും പീരിയോഡിക്കൽസും ഒക്കെ അതിനൊക്കെ അത്തരം ലെഗസി മീഡിയയ്ക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പക്ഷെ പിന്നീട് ടെലിവിഷൻ ജേർണലിസത്തിൻ്റെ ഒരു വരവാണ് പിന്നെ സംഭവിച്ചിട്ടുള്ളത്. ഒരു 25 ഇപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ടെലിവിഷൻ ചാനൽ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റാണ്. ഏഷ്യാനെറ്റ് വന്നിട്ട് 30 വർഷമാവുകയാണ്.
അത് കഴിഞ്ഞ് പിന്നെയും ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് കൈരളി ടി വി ഉണ്ടാകുന്നത്. അതിൻ്റെ ഇടയിൽ സൂര്യ ടി വി സംഭവിക്കുന്നുണ്ട്, കൈരളി ടി വി സംഭവിക്കുന്നുണ്ട്. പിന്നെ ഈ ലൈവ് ന്യൂസുകളെ 24/7 എന്ന് പറയുന്ന രീതിയിലേക്ക് മാറ്റി തീർത്ത ഇന്ത്യ വിഷൻ, ലൈവ് സ്ട്രീമിംഗ് ആണ് ആയിട്ട് ന്യൂസിൻ്റെ സ്വഭാവത്തെ മാറ്റിയ ഇന്ത്യ വിഷൻ വരുന്നുണ്ട്. ഏഷ്യാനെറ്റൊക്കെ തുടങ്ങുന്നതിന് മുൻപ് ദൂരദർശനായിരുന്നു നമ്മളുടെ വാർത്ത. അന്ന് നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല. ദൂരദർശൻ വാർത്ത എന്ന് പറയുന്നത് വൈകുന്നേരം 7:30-ക്കുള്ളൊരു വാർത്ത, ഉച്ചയ്ക്ക് 1 മണിക്കുള്ള വാർത്ത, അങ്ങനെ അരമണിക്കൂർ സെഗ്മെൻറ്റുകളായിട്ട് ഉള്ള വാർത്തകളുടെ ഫോർമാറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പത്രങ്ങളെന്ന് പറയുന്നത് കൃത്യമായിട്ട് മാതൃഭൂമിയും മനോരമയും ദേശാഭിമാനിയും വീക്ഷണവും അങ്ങനെയുള്ള ധാരാളം, കേരള കൗമുദി പോലുള്ള ധാരാളം ഓഥൻറ്റിക് ആയിട്ടുള്ള പത്രത്തിൽ വന്നാൽ സത്യമാണ് എന്ന് വിചാരിച്ചിരുന്ന സത്യമായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. പത്രങ്ങളായിരുന്നു ജനങ്ങൾ ശീലമായിരുന്നു. പുതിയ കുട്ടികൾക്ക് ശീലമില്ലാത്തതുപോലെ തന്നെ പത്രം വായിക്കുക എന്നുള്ളത് നമ്മൾ ചായ കുടിക്കുന്നത് പോലുള്ള ശീലമായിരുന്നു. അത് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങളുടെ തലമുറയ്ക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. പത്രം വായിക്കാത്ത നമുക്ക് നമ്മളെ സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയും ശീലമായിരുന്നു ഒരു കുടുംബത്തിലെ, പത്രം വരുത്തുന്ന ഒരു കുടുംബത്തിലെ എല്ലാവരും. ഒരു നാട് മുഴുവൻ വാർത്തകൾ അറിഞ്ഞിരുന്നത് പത്രങ്ങളിൽ കൂടിയാണ്. പത്രത്തിൻ്റെ ചരിത്രമൊക്കെ വലിയ ചരിത്രമാണ്. പിന്നീട് ടെലിവിഷൻ വരുന്നു. ടെലിവിഷൻ വാർത്തകളും നമ്മുടെ ജീവിതത്തിൻ്റെ ശീലമായിട്ട് മാറി. പിന്നീടാണ് ഇൻ്റർനെറ്റ് യുഗം വരുന്നത്. 2000-കൾക്കൊക്കെ ശേഷം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാൻ സ്മാർട്ട് ഫോൺ മാത്രമായിരിക്കും. ഫീച്ചർ ഫോൺ അറിയാവോ? ഫീച്ചർ ഫോൺ എന്ന് പറയുന്നൊരു സംഗതിയിലാണ് നമ്മുടെ ജേർണലിസം തുടങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോൺ ഇല്ല. ജേർണലിസം തുടങ്ങുന്ന സമയത്ത് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന സംഗതിയേ ഇല്ല. കൈരളി ടി വിയിൽ വരുമ്പോഴാണ് ഇൻകമിങ്ങിന് പോലും പൈസ ഉണ്ടായിരുന്ന അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഇൻകമിങ് കോൾ വരുന്നതിന് നമ്മൾ പൈസ കൊടുക്കണമായിരുന്നു. അങ്ങനത്തെ ഫീച്ചർ ഫോൺ ഒരു ഫീച്ചറും ഇല്ല. കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ നോക്കിയയുടെ 3310 എന്നൊക്കെ പറയുന്ന ഫോണുകളൊക്കെ ഉണ്ടായിരുന്നു. ഫീച്ചർ ഫോണുകൾ മാത്രം. അതിലും ക്യാമറയില്ല, കളറല്ല, ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഓൺലി കോളിംഗ്. അങ്ങനത്തെയാണ് ഫീച്ചർ ഫോൺ. അപ്പോൾ ആ ഫീച്ചർ ഫോൺ, അതിന് മുമ്പ് പേജർ സിസ്റ്റം ഉണ്ടായിരുന്നു. പേജർ അറിയോ? പേജറിൽ വാർത്തകൾ കൈമാറിയിരുന്ന ഒരു ചെറിയ ഷോർട്ട് സ്പാനിലുള്ള അങ്ങനെ മെസ്സേജ് പേജറിൽ നമ്മൾ വയ്ക്കും. പിന്നീടാണ് മൊബൈൽ ഫോൺ വരുന്നത്. മൊബൈൽ ഫോൺ വന്നപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. മറ്റേത് മറ്റേ ലാൻഡ് ഫോണിൽ നിന്ന് വേണമായിരുന്നല്ലോ വിളിക്കാൻ. അപ്പോൾ നമ്മൾ ടെലീൻ്റെ എടുക്കുകയാണെങ്കിലൊക്കെ ലാൻഡ് ഫോണിലേക്ക് കണക്ട് ചെയ്ത് അതിൽ വിളിച്ച് അങ്ങനെയൊക്കെയായിരുന്നു വാർത്തകൾ ഗ്യാദർ ചെയ്തുകൊണ്ടിരുന്നത്. മൊബൈൽ ഫോൺ വിപ്ലവം വന്നപ്പോൾ, ഇൻ്റർനെറ്റ് വിപ്ലവം വന്നതോട് കൂടിയിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നൊരു സംഗതി നമ്മൾ മുമ്പെങ്ങും ഇല്ലാത്ത രീതിയിൽ ഒരു സ്ഫോടനാത്മകമായിട്ട് തന്നെ മാറി എന്ന് പറയാം. കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഈസിയായി. ഒരു വാർത്ത മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ ദിവസങ്ങൾ വേണ്ട, അപ്പം തന്നെ എത്താം. വിഷ്വൽ അയക്കാം. മറ്റേത് നമുക്ക് ഡൽഹിയിൽ നടക്കുന്ന ഒരു സംഗതി ഇവിടെ എത്തിക്കണമെങ്കിൽ, വിഷ്വൽ അയക്കണമെങ്കിൽ ഒരുപാട് സമയം എടുക്കുമായിരുന്നു. ഇപ്പോൾ വയനാട് നടക്കുന്ന ഒരു വിഷയം, അല്ലെങ്കിൽ തൃശ്ശൂർ ഷൂട്ട് ചെയ്യുന്ന ഒരു സംഗതി കൊച്ചിയിലേക്ക് ടേപ്പിൽ ഷൂട്ട് ചെയ്ത് ഇവിടുന്ന് ബസ്സിലോ ട്രെയിനിലോ അയച്ച് അവിടെ സ്റ്റുഡിയോയിലെത്തി അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് എന്നിട്ട് വേണം ബുള്ളറ്റിനിലേക്ക് കയറ്റി വിടാനായിരുന്നേ. അപ്പോൾ ചിലപ്പോൾ വയനാട്ടിലുള്ളത് എത്താനൊക്കെ 1-2 ദിവസം എടുക്കും. അങ്ങനെയൊക്കെയുള്ള കാലഘട്ടത്തിൽ നിന്ന് ലൈവായിട്ട് വിഷ്വൽ അയക്കാൻ പറ്റുന്നു, ലൈവായിട്ടെല്ലാം സ്ട്രീം ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നതിന് പൊളിച്ചു കളഞ്ഞൊരു സംഗതി. അങ്ങനെയാണ് ടെലിവിഷൻ, അങ്ങനെയാണ് മാറ്റങ്ങൾ സംഭവിച്ചത്. പിന്നീട് ഇൻ്റർനെറ്റ് വിപ്ലവം വരുന്നു. എല്ലാവരുടെ കയ്യിലും ഫോണാവുന്നു, എല്ലാവരുടെ കയ്യിലും സ്മാർട്ട് ഫോൺ വരുന്നു. നമ്മുടെ വാർത്തയെക്കുറിച്ചിട്ടുള്ള കൺസെപ്റ്റ് തന്നെ മാറി. മറ്റത് ഓരോ ബുള്ളറ്റുകളിൽ പാക്കേജായിട്ട് വന്നിരുന്ന വാർത്ത എന്ന് പറയുന്നത് ഓരോ നിമിഷവും സംഭവിക്കുന്ന സംഗതികളിലേക്ക് പതുക്കെ മാറി. ചാനലുകളുടെ എണ്ണം കൂടി, പത്രങ്ങൾ ആളുകൾ വായിക്കുന്നതിൻ്റെ പേസ് കുറഞ്ഞു. പുതിയ തലമുറയ്ക്ക് കൂടുതൽ വിഷ്വൽ എന്ന് പറയുന്നൊരു സംഗതിയെ എല്ലാം കിട്ടുന്നൊരു സാധനമായി മൊബൈൽ ഡിവൈസ് എല്ലാവരുടെ കയ്യിലും മാറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താ വിപ്ലവമൊക്കെ സംഭവിച്ചു. അത് ഇന്ത്യയിൽ മാത്രമോ കേരളത്തിൽ മാത്രമോ സംഭവിച്ച കാര്യമല്ല, ലോകത്ത് മുഴുവനും സംഭവിച്ച കാര്യം. പക്ഷെ അതിനൊപ്പം തന്നെ എന്ത് സംഭവിച്ചു? വാർത്ത ഏതാണ്, വിഷ്വൽ ഏതാണ്, എല്ലാം കണ്ടന്റ് ആയപ്പോൾ വാർത്ത എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന, ജേർണലിസം എന്ന് പറയുന്ന സംഗതിയുടെ കൺസെപ്ച്വലി ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജേർണലിസ്റ്റുകൾ ചെയ്യുന്ന വാർത്തകളും എല്ലാവരും ചെയ്യുന്ന കണ്ടന്റ് നമ്മൾ ജനാധിപത്യവൽക്കരിക്കുകയാണ് മൊബൈൽ ഫോൺ വന്നപ്പോൾ ചെയ്യുക എന്ന് തെറ്റിദ്ധരിച്ചിരുന്നു. ഈ വാർത്തകളെ മുഴുവൻ ജനാധിപത്യവൽക്കരിക്കുകയും ജനങ്ങൾ മുഴുവൻ സിറ്റിസൺ ജേർണലിസ്റ്റുകളായി മാറുകയും ചെയ്യുകയുമാണ് ചെയ്യുക എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നു. പക്ഷേ കാലക്രമത്തിൽ അങ്ങനെയല്ല ഇപ്പം അതിൻ്റെ പോക്കെന്ന് തോന്നുന്നു. എന്തും ഏതും വാർത്ത ഏതാണ് മറ്റേതാണ് എന്നൊന്നും തിരിച്ചറിയാത്ത വിധത്തിൽ വാർത്തയുടെ നിലവാരം ഭയങ്കരമായിട്ട് കുറഞ്ഞു വരികയാണ് ചെയ്തിട്ടുള്ളത്. ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു വാർത്തയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇപ്പം അത് ടെലിവിഷനോട് കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയ ആര്?
പത്രങ്ങൾ. അപ്പോൾ ആ പത്രത്തിൻ്റെ അനലിറ്റിക്കൽ കണ്ടൻറ്റുകൾ കുറയാൻ തുടങ്ങി, ഗ്രാവിറ്റി ഉള്ള കണ്ടൻറ്റ് കുറയാൻ തുടങ്ങി, ഇൻഡെപ്ത് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിൻ്റെ സ്വഭാവം കുറയാൻ തുടങ്ങി. ആളുകൾക്കെല്ലാം ഷോർട്ട് സ്പാനിൽ കിട്ടുന്ന 3 സെക്കൻഡും 30 സെക്കൻഡും ഉള്ള ക്യാപ്സൂൾ രൂപത്തിലേക്ക് വിഷ്വൽ കൾച്ചർ മാറി. വാർത്തകൾ മുഴുവൻ റീലുകളായിട്ടല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ. അപ്പോൾ എന്ത് പറ്റി? അതിൻ്റെ ഗ്രാവിറ്റി നമുക്ക് സമഗ്രതയിലൊന്നുമില്ല. എന്ന് മാത്രമല്ല, പറയുന്നതെല്ലാം സത്യമാണോ ശരിയാണോ എന്നുള്ള ഒരു കലക്കവെള്ളത്തിലാണ് നമ്മളിപ്പോൾ പെട്ട് കിടക്കുന്നത്. വിഷ്വലുകളുടെ ഒരു കലക്കവെള്ളത്തിൽ അത് കലങ്ങി തെളിഞ്ഞ് ഒരു സത്യസന്ധമായൊരു സംഗതി ഉണ്ടാക്കി വരുമെന്നാണ് നമ്മളെപ്പോലുള്ള ആളുകൾ ആലോചിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. നടക്കുമെന്നറിയില്ല. പക്ഷെ പുതിയ തലമുറ ഈ മൊബൈൽ ജേർണലിസം എന്നുള്ളതല്ല, ജേർണലിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നിട്ടുള്ള ഒരു ശരിയല്ലാത്ത മാറ്റങ്ങളുണ്ട്. എല്ലാത്തരം കണ്ടന്റും ജേർണലിസ്റ്റിക് കണ്ടന്റ് ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പുതിയ തലമുറയ്ക്കൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് അതിലാണ് മാറ്റം. പ്രിന്റ് ചെയ്ത് വരുമ്പോൾ വിഷ്വലി കാണുമ്പോൾ ഇത് ശരിയാണ്, സത്യമാണ്, മോശം കണ്ടന്റ്, തെറ്റായ ഫേക്ക് കണ്ടന്റുകളും. ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഫാക്ട് ചെക്കിംഗ് ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാം പത്രങ്ങളുടെയും ടെലിവിഷൻ ചാനലുകളുടെയും ഒരു സെഗ്മെന്റായി മാറുക. മുമ്പ് ഫാക്റ്റാണ് വാർത്ത എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ വരുന്ന വാർത്തകൾ തെറ്റായതുകൊണ്ട് ഫാക്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ പത്രമാധ്യമങ്ങളിൽ ഉണ്ടാവുക. പത്രങ്ങളിൽ കോളം, അതായത് ഭയങ്കര വൈറലായിട്ടുള്ള തെറ്റായ വാർത്തകളെ ചെക്ക് ചെയ്യുന്ന ഒരു സംവിധാനം മാധ്യമങ്ങളിൽ ഉണ്ടായി വരിക. മുഹമ്മദ് സുബൈറിന്റെ ഓൾട്ട് ന്യൂസ് എന്ന് പറഞ്ഞൊരു സംഗതി കേട്ടിട്ടുണ്ടോ? ഓൾട്ട് ന്യൂസ് എന്ന് പറഞ്ഞിട്ടൊരു മാധ്യമ സ്ഥാപനമുണ്ട്. മുഹമ്മദ് സുബൈർ, പുള്ളിനെ ഒരിക്കൽ മോദി സർക്കാർ പിടിച്ച് ജയിലിലിടുകയൊക്കെ ചെയ്തു. പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ മാധ്യമങ്ങളിൽ വരുന്ന ഫേക്ക് ന്യൂസുകളെ ഫാക്ട് ചെക്ക് ചെയ്ത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന വൈറലായ സംഗതി തെറ്റാണ് എന്ന് പറഞ്ഞ് ഫാക്ട് ചെക്ക് ചെയ്ത് റിയൽ ഇഷ്യൂ എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥാപനം തന്നെ ഉണ്ടാവുക. ആ രീതിയിലേക്ക്, അതായത് സത്യം ഏതാണ്, തെറ്റേതാണ്, ഫേക്ക് ഏതാണ് എന്ന് പറയുന്ന ഒരു കലക്ക വെള്ളമാണ് ന്യൂസ് ഇൻഡസ്ട്രിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ചെക്ക് പോയിന്റ്സ് സ്വാഭാവികമായിട്ട് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അങ്ങനെ കലങ്ങി പറഞ്ഞ് കലക്ക വെള്ളമൊക്കെ ഒരിക്കൽ തെളിഞ്ഞ് വൃത്തിയായിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാം ആദ്യമായിട്ട് കരിയറിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം, മീഡിയ സ്ഥാപനം മാമിൻ്റെ കീഴിലുണ്ട്. സോ ട്രൂ കോപ്പിയിൽ മാം പറഞ്ഞതുപോലെ കഥകളില്ലാത്ത മനുഷ്യരില്ല. അതുപോലെ തന്നെ ഞാൻ മാമിൻ്റെ ആർട്ടിക്കിൾസ് എല്ലാം നോക്കുന്ന സമയത്തും സമൂഹത്തിൽ നമ്മൾ കാണുന്ന ചിലപ്പോൾ നിസ്സാരമെന്ന് തോന്നുന്ന ഒരുപാട് കാര്യങ്ങളാണ് മാം ആർട്ടിക്കിളിൽ എഴുതിയിട്ടുള്ളത്. അത് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് അത്തരത്തിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ അതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് ട്രൂ കോപ്പിയിൽ അങ്ങനത്തെ കണ്ടൻസ് ആണ് വേണ്ടതെന്ന് തോന്നിയത്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ്, ട്രൂ കോപ്പി എന്നുള്ള കോൺസെപ്റ്റ് എവിടെ നിന്ന് തുടങ്ങി? നമ്മൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന്ന് രാജിവെച്ചിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. എൻ്റെ സ്വന്തം സ്ഥാപനമല്ല, ഞാനും അതിൻ്റെ ഒരു കോഫൗണ്ടറും ഉണ്ട്. നമ്മളൊരു ഒരുപാട് ഇതേപോലെ സമാന മനസ്കരായിട്ടുള്ള ആളുകളുടെ ഒരു കൂട്ടായ്മയിൽ നിന്നുണ്ടായിട്ടുള്ള സ്ഥാപനമാണ് സത്യത്തിൽ ട്രൂ കോപ്പി എന്ന് പറയുന്നത്. ഒരാളുടെ ഓണർഷിപ്പിലുള്ളൊരു സംഗതിയല്ല. നമ്മളിത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആലോചിച്ചിരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മനുഷ്യർക്കും ചരിത്രമുണ്ടെന്നും എല്ലാ മനുഷ്യർക്കും കഥകളുണ്ടെന്നും നമ്മൾ നിൽക്കേണ്ടത് പൊസിഷൻ എന്ന് പറയുന്നത് ആ മനുഷ്യർക്കൊപ്പമാണെന്നുള്ള കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മൾ ട്രൂ കോപ്പീനെ ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്തരം മുഖങ്ങൾ, അത്തരം പ്രശ്നങ്ങൾ, അരികുവൽക്കരിക്കപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യരുടെ പ്രശ്നങ്ങളെ ആണ് നമ്മൾ റിപ്പോർട്ടുകളായിട്ടും ഇൻ്റർവ്യൂസായിട്ടും ലേഖനങ്ങളായിട്ടും പൊളിറ്റിക്സ് ആയിട്ടും ഒക്കെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. മാർജിനലൈസ്ഡ്, കാരണം അപ്പുറത്ത് നിൽക്കുന്ന മീഡിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയ മൂലധനമുള്ള, വലിയ ക്യാപിറ്റലുള്ള വലിയ സ്ഥാപനങ്ങളാണ്. വലിയ സ്ഥാപനങ്ങളിലെ മുതൽ മുടക്കുന്നവരാണ് അതിൻ്റെ കണ്ടന്റ് തീരുമാനിക്കുക. ക്യാപിറ്റലാണ് ഒരു സ്ഥാപനത്തിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ മൂലധനമാണ് നിങ്ങൾ അതിനകത്ത് എന്ത് കണ്ടന്റ് കൊടുക്കും എന്ന് തീരുമാനിക്കുന്നത്. അപ്പം നമ്മളുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്യാപിറ്റലാണ്, ജനങ്ങളുടെ കണ്ടന്റാണ്. നമ്മുടെ ആഗ്രഹം അതാണ്. ജേർണലിസത്തിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ വോയിസ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള ജേർണലിസം ഉണ്ട് കേട്ടോ, പൊളിറ്റിക്കൽ ജേർണലിസം ഉണ്ട്. പക്ഷെ അപ്പോഴൊക്കെയും നമ്മൾ ആരിലേക്ക് വേണ്ടിയാണ്, ആർക്ക് വേണ്ടിയാണ്, ഏത് പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മളെ ട്രൂ കോപ്പിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇതൊരു വലിയ സെക്യുലർ ആയിട്ടുള്ള ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങൾക്കുള്ളൊരു സ്പേസ് ആയിട്ടാണ് നമ്മളിതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിലെല്ലാത്തരം മനുഷ്യരും എല്ലാത്തരം പാർട്ടിസിപ്പേഷനും ഉണ്ടാവണം. എല്ലാ തരത്തിലുള്ള ക്ലാസ്സിൽ പെട്ട, എല്ലാ ജെൻഡറിലും പെട്ട, എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളുള്ള, എല്ലാ തരത്തിലുള്ള പ്ലൂറലായിട്ടുള്ള മനുഷ്യരുടെയും റെപ്രസെൻറ്റേഷൻ ഇതിലെ വരണം. അവരുടെ കഥകൾ, അവരുടെ മുഖങ്ങൾ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു നമ്മുടെ ബേസിക് കൺസെപ്റ്റ്. നമ്മുടെ ലോങ് ഫോം നരേറ്റീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
ചെറിയ ക്യാപ്സൂൾ പരുവത്തിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു ബദലായിട്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ഡിസൈൻ ചെയ്തത്. ലോങ് ഫോമിലാണ്, സമഗ്രമായിട്ടാണ് നമ്മൾ എല്ലാ വിഷയങ്ങളെയും കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമ്മൾ തുടക്കം മുതൽ തീരുമാനിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനും വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന എല്ലാ മെയിൻ സ്ട്രീം മീഡിയാസും മണിക്ക് പുറകെ, അതായത് പണത്തിന് പുറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്നൊരു ഇഷ്യൂ ആയിരുന്നു TRP റേറ്റിംഗ് വരെ പണം കൊടുത്ത് വാങ്ങുന്നു എന്ന് പറയുന്നത്. സോ ആ ഒരു സമയത്ത് പണമാണ് എല്ലാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒബ്വിയസ്ലി ഒരു സംരംഭം അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷൻ കൊണ്ടുപോകും പണം നമുക്ക് അത്യാവശ്യമാണ്. ആ സമയത്ത് നമ്മൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ഒരുപാടധികം ചലഞ്ചസ് നമ്മൾ നേരിടേണ്ടി വരും. സോ ആ ചലഞ്ചസിനെ എങ്ങനെയാണ് ഒരു ട്രൂ കോപ്പി ഓവർകം ചെയ്തത്? സത്യം പറഞ്ഞാൽ ഓവർകം ചെയ്തിട്ടില്ല, നമ്മൾ സ്റ്റിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. വളരെ കറക്റ്റായി പറഞ്ഞത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ്, അത് ക്യാപിറ്റലാണ് കണ്ടന്റ്. നമ്മുടെ ഇപ്പോൾ ഈ ചാനലുകളിൽ നടക്കുന്ന ഈ യുദ്ധം എന്ന് പറയുന്നത് ഈ പറയുന്ന കണ്ടന്റ് മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയാണ്. വലിയ മൂലധനമാണ് ഈ പറയുന്ന വലിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലുള്ളൊരു സ്ഥാപനം നിലനിൽക്കുക എന്ന് പറയുന്നത് പരസ്യം കൊടുക്കുന്നത് വലിയ TRP റേറ്റിംഗ് ഉള്ള, വലിയ സർക്കുലേഷനുള്ള, വലിയ വ്യൂസുള്ള, മില്യൺ വ്യൂസുള്ള ആളുകൾക്ക്, ആ മില്യൺ വ്യൂസ് ഉണ്ടാക്കുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് മുഴുവനും ഈ പറയുന്നത് പോലത്തെ എന്താ പറയുക, ലൈംഗികതയും ക്രൈമും ഉള്ള കണ്ടന്റ്. നമുക്ക് നോക്കിയാൽ മനസ്സിലായി, ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ക്രൈം വാർത്താ ബുള്ളറ്റിനും സീരിയലുകളും ഈ പറയുന്ന പോലത്തെ ഇത്തരം, ഇപ്പം ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല, എന്നാൽ പോലും സ്ത്രീ വിഷയങ്ങൾ, അശ്ലീലമായിട്ടുള്ള സംഗതികൾ, അപകട വാർത്ത. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടന്റ് വ്യൂസ് കിട്ടുന്ന വാർത്ത എന്ന് പറയുക CCTV ദൃശ്യങ്ങൾ, അപകടങ്ങളുള്ള വാർത്തയില്ലേ, റോഡുകളിൽ പോകുമ്പോൾ അപകടത്തിൽ, അത് വാർത്തയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാർത്തയല്ല. പക്ഷെ ആ വിഷ്വൽസ് അവൈലബിൾ ആകുമ്പോൾ നമ്മളെല്ലാവരും നോക്കി പോകും അല്ലേ, അപകടങ്ങൾ നടക്കുന്നത്. എന്താ പറയുക, ഇതൊന്നും ന്യൂസ് ചാനലുകൾ പോയി റിപ്പോർട്ട് ചെയ്യുന്നതല്ല, എല്ലായിടത്തും ഇപ്പോൾ CCTV ഉള്ളതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വിഷ്വൽസ് അവൈലബിളാണ്. ഇത് ഇവർക്ക് കൊടുക്കും, പണം കൊടുത്തിട്ട് തന്നെ ഈ ചാനലുകൾക്ക് കൊടുക്കും. ഈ ചാനലുകൾ ഇത് ഇവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ഇട്ടിട്ട് മില്യൺസ് വ്യൂ ഉണ്ടാക്കും. അതിൻ്റെ വരുമാനം ക്രിയേറ്റ് ചെയ്യും. പ്ലസ് ഈ അനലിറ്റിക്സ് എല്ലാം പെരുപ്പിച്ച് കാണിച്ചിട്ട് പരസ്യ വരുമാനം ഉണ്ടാക്കാം. അത് നിലനിർത്തണമെങ്കിൽ ഈ വാർത്തയുടെ നിലവാരം കുറച്ചേ പറ്റൂ. വാർത്തകളുടെ കണ്ടന്റിൻ്റെ നിലവാരം യൂട്യൂബേഴ്സ് ചെയ്യുന്ന അതേ നിലവാരത്തിലേക്ക് ആര് പോയി? ചാനലുകൾ പോയി. ചാനലുകൾ TV കൂടെ എല്ലാ വാർത്ത കാണുന്ന ആളുകൾ ഇപ്പം അധികവും വാർത്തകൾ കാണുന്നത് മൊബൈൽ കൂടെ. അത് മെറ്റയിൽ നിന്നും യൂട്യൂബിൽ നിന്നുമുള്ള വരുമാനമുണ്ട്. അപ്പോൾ ഇത് കൂട്ടിയാൽ മാത്രമേ പണം ഉണ്ടാവുള്ളൂ. പണം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയധികം സ്റ്റാഫിനെ നിലനിർത്തിക്കൊണ്ട് ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രഗിൾ ചെയ്യാരാ? നമ്മളെപ്പോലെ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാവാത്ത, നമ്മൾ ജേർണലിസം ആണ് ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ മണ്ടന്മാരായിട്ടുള്ള ജേർണലിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ക്യാപിറ്റലിന് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യും. അതിപ്പോഴും നമ്മൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മുടെ ഒരു വിശ്വാസം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടന്റ് ആളുകളിലേക്ക് കൂടുതൽ ഭാവിയിൽ എത്തുകയും ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും നമ്മളുടെ കണ്ടന്റ് കാണാൻ ആളുകൾ ഉണ്ടാവുകയും അങ്ങനെ നമുക്ക് അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള മലയാളത്തിലെ ആദ്യത്തെ ചാനലാണ് നമ്മൾ നമ്മുടെ കണ്ടന്റിലുള്ള വിശ്വാസം കൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ എടുക്കും, ആളുകൾ പണം കൊടുത്ത് നമ്മുടെ കണ്ടന്റ് വാങ്ങും എന്നുള്ള. പക്ഷേ അത്ര ധാരണകളൊന്നും സക്സസ്ഫുൾ അല്ല. എന്നാൽ പോലും അതിലേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്ട്രഗിളിംഗ് ആണ്, എളുപ്പമല്ല. പ്രത്യേകിച്ച് കോമ്പറ്റീറ്റീവ് ഏരിയയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് എളുപ്പമല്ല. പണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രിപ്ഷൻ എടുത്ത് ഇതിനെ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ മാത്രമല്ല കേട്ടോ, ഇത് ലോകവ്യാപകമായിട്ടുള്ള എന്താ പറയുക, ഒരു പാരലൽ ജേർണലിസം അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ജേർണലിസം ചെയ്യുന്ന ഇന്ത്യയിലെയും ലോകത്തെയും എല്ലാ ഇൻഡിപെൻഡൻറ്റ് മീഡിയയും അനുഭവിക്കുന്ന, ഇതൊരു ട്രൂ കോപ്പിയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല. ഇഷ്ടം പോലെ, ഇപ്പോൾ വയർ പോലുള്ള ഇന്ത്യയിൽ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള, ക്വിൻറ്റ് പോലുള്ള, ന്യൂസ് മിനിറ്റ് പോലുള്ള ക്രെഡിബിൾ ആയിട്ടുള്ള വലിയ കണ്ടന്റ് കൊടുക്കുന്ന, ഇഷ്യൂസിനെ കൊണ്ടുവരുന്ന എല്ലാ ഓൺലൈൻ മീഡിയ അനുഭവിക്കുന്ന സെയിം പ്രതിസന്ധിയാണ് മലയാളത്തിൽ ട്രൂ കോപ്പി പോലുള്ള ഓൺലൈൻ ജേർണലിസം മീഡിയയും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഒരു കുട്ടിയോട് ഞാൻ ജേർണലിസമാണ് എടുക്കുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പം അത് പക്ക ബിസിനസ് അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ മാപ്ര എന്നുള്ളൊരു വിളിപ്പേര് തന്നെ കിട്ടിയത് മെയിൻ സ്ട്രീംസിലുള്ള മീഡിയാസുകൾ കൊടുക്കുന്ന ന്യൂസിന് നിലവാരം കുറഞ്ഞു പോയതുകൊണ്ടാണ്. സോ അത്തരത്തിൽ വിചാരിച്ച് ജേർണലിസം എടുക്കാതിരിക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. അതായത് ന്യൂസ് ഇപ്പോൾ നമുക്ക് ഫോണിലൂടെ ഒരാൾ വീഡിയോ റെക്കോർഡ് ചെയ്ത് അതൊരു ന്യൂസാണ്, അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ന്യൂസാണെന്ന് വിചാരിക്കുന്ന ഒരു പുതുതലമുറയുണ്ട്. അവരോട് പറയാനുള്ള ഒരു കാര്യം എന്താണ് മാധ്യമം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് ന്യൂസ് എന്ന് ചോദിച്ചാൽ എന്ത് പറയും?
അതിൽ ഒന്ന് രണ്ട് അഭിപ്രായ വ്യത്യാസം എനിക്കുള്ളത് എന്താ വെച്ചാൽ, മാപ്ര എന്ന് പറയുന്ന നരേറ്റീവ് ഇവിടെ സൃഷ്ടിച്ചെടുത്തൊരു സാധനമാണ്. അത് വാർത്തയുടെ നിലവാരം കുറഞ്ഞതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തൊരു സാധനമല്ല. അതിന് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ നരേറ്റീവാണ് അത്. ദേശീയ തലത്തിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ഇന്ത്യയിലെ 50-60% മാധ്യമങ്ങളും, പ്രത്യേകിച്ച് ടെലിവിഷൻ മീഡിയ, അംബാനിയുടെയും അദാനിയുടെയും ഓണർഷിപ്പിലുള്ളതാണ്. അതെല്ലാം കൃത്യമായി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സ്പോക്ക് പേഴ്സൺസ് ആയിട്ട് നിലനിർത്തുന്ന ഒരു സംഗതിയാണ്. നമുക്ക് കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ടെലിവിഷൻ ജേർണലിസവും അതിനനുസൃതമായിട്ട് പ്രിന്റ് മീഡിയ ജേർണലിസവും മാറിയത് എങ്ങനെയാണ് പൊളിറ്റിക്കലി എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ സർക്കാരിന് അനുകൂലമല്ലാത്ത വാർത്തകൾ ചെയ്യുന്ന ഇൻഡിപെൻഡൻറ്റ് ജേർണലിസത്തെ മുഴുവൻ താറടിക്കാൻ വേണ്ടിയിട്ട് നാഷണൽ ലെവലിൽ ഉണ്ടാക്കിയെടുത്തൊരു നരേറ്റീവാണ് പ്രസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളത്. ആക്ടിവിസ്റ്റ് ജേർണലിസം ചെയ്യുന്ന മനുഷ്യരെ മുഴുവൻ ക്രെഡിബിൾ അല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൃത്യമായി ഭരണകൂടം കൊണ്ടുവന്ന ഒരു നരേറ്റീവാണ് എന്ത്, പ്രസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. അർണബ് ഗോസ്വാമിയെ പോലുള്ള മനുഷ്യർ ഉണ്ടാക്കിയെടുത്തൊരു നരേറ്റീവും കൂടിയാണ്. അതിന് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ കിട്ടി. എങ്ങനെ? അവർക്കെതിരായ വാർത്തകൾ കൊടുക്കുമ്പോഴൊക്കെ നമുക്ക്, അതായത് ഒരു തരത്തിലുള്ള വിയോജിപ്പുകളെയോ വിമർശനങ്ങളെയോ ഏറ്റെടുക്കാതെ അവരെല്ലാവരും മാധ്യമങ്ങൾക്കാണ് കുഴപ്പം എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്തൊരു നരേറ്റീവാണ് പ്രസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. സമാനമായ സാധനമാണ് കേരളത്തിൽ നടന്നത്. മാപ്ര എന്നുള്ള നരേറ്റീവ് ഉണ്ടാക്കിയെടുത്തത് ആരാണ് എന്ന് അന്വേഷിച്ചാൽ അതിൻ്റെ പിന്നിൽ കൃത്യമായ സൈബർ സേനകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇന്ന പാർട്ടി എന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ സംഘപരിവാറുണ്ട്, ഇടതുപക്ഷ കക്ഷികളുണ്ട്, കോൺഗ്രസ് ഉണ്ട്. സകല രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർക്കെതിരായ വിമർശനങ്ങൾ മുഴുവനും ക്രെഡിബിൾ അല്ലാത്ത മാധ്യമങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി എങ്ങനെയാണോ കേന്ദ്രത്തിൽ പ്രസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്ത് സമാനമായ രീതിയിൽ ഉണ്ടാക്കിയെടുത്തൊരു സംഗതിയാണ് മാപ്ര എന്ന് പറയുന്ന നരേറ്റീവ്. മാധ്യമങ്ങൾ സ്വയം വിമർശനപരമായിട്ട് ചെയ്യേണ്ട ഒരു സന്ദർഭം കൂടി. അതിനകത്ത് എനിക്ക് തർക്കമൊന്നുമില്ല. മാധ്യമങ്ങൾക്കകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ വിമർശനങ്ങളും നിലനിൽക്കുന്നുണ്ട്. നിലവാര തകർച്ച അതിഭീകരമാണ്. അശ്ലീല വാർത്തകളും ക്രൈം വാർത്തകളും തെറ്റായ വാർത്തകളും ഫേക്ക് ന്യൂസുകളും കൊടുത്ത് വ്യൂ ഉണ്ടാക്കുന്ന മാധ്യമങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു സംഗതിയല്ല മാപ്ര എന്ന് പറയുന്ന ഒരു നരേറ്റീവ്. അത് കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ടയോട് കൂടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതിയാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ ചേരുന്ന ഒരു സംഗതിയല്ല. ജേർണലിസം എന്ന് പറയുന്നത് തിരുത്തേണ്ടത് ഉള്ളിൽ നിന്നാണ്. ആ ജേർണലിസം തിരുത്തേണ്ടത് ജേർണലിസ്റ്റുകളാണ്, സ്ഥാപനങ്ങളാണ്. അതിൻ്റെ ക്യാപിറ്റൽ എങ്ങനെയാണോ മാറുക അപ്പോഴാണ് ജേർണലിസത്തിൻ്റെ കണ്ടന്റ് തീരുമാനിക്കുക. ജേർണലിസ്റ്റുകൾ പണത്തിന് ഇഷ്ടം പോലെ പുതിയ മൂലധനം ഇറക്കിയിട്ടുള്ള ഒരുപാട് മാധ്യമങ്ങൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. വലിയ ശമ്പളം കൊടുത്തുകൊണ്ട് ഒരു ചെറിയ നിര ജേർണലിസ്റ്റുകളെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് കൃത്യമായ പൊളിറ്റിക്കൽ അജണ്ട വെച്ചിട്ട് പർച്ചേസ് ചെയ്യുകയും അവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കുകയും ചെയ്യും. നമ്മുടെ സോഷ്യൽ ഫാബ്രിക്, നമ്മുടെ സെക്യുലർ ഫാബ്രിക്കിനെ മുഴുവൻ തകർക്കുന്ന രീതിയിലുള്ള ഒരു മാധ്യമ നരേറ്റീവ് ഇവിടെ മൂലധനം കൊണ്ടുവന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അതിരുത്തപ്പെടേണ്ടത്, ക്യാപിറ്റലാണ് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടത്. മാധ്യമ സ്ഥാപനങ്ങൾക്ക്, ജേർണലിസ്റ്റുകളെ സംബന്ധിച്ച് അത് ആഗോളതലത്തിലും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഒരു ജീവിത സാഹചര്യം, ഈ പറയുന്ന ടോപ്പ് ലെവൽ കക്ഷികൾക്ക് മാത്രമാണ് വലിയ ശമ്പളമുള്ളത്. താഴെത്തട്ടിലുള്ള ഒരു ജേർണലിസ്റ്റിനും ജീവിക്കാൻ ആവശ്യമുള്ള ശമ്പളമില്ല, തൊഴിൽ സുരക്ഷിതത്വം ഇല്ല. എല്ലാവരും കോൺട്രാക്ട് ബേസിലാണ് എല്ലാവരും നിയമിക്കുന്നത്. ആ സമയത്ത് ഇതൊരു തൊഴിൽ വിഭാഗം എന്നുള്ള രീതിയിൽ ജേർണലിസ്റ്റുകൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് അതിഭീകരമാണ്. ഈ സാഹചര്യത്തിൽ ഇവർ ഡിമാൻഡ് ചെയ്യുന്ന സകല വൃത്തികേടുകളും ചെയ്യാൻ നിർബന്ധിതരാകും. അങ്ങനെ ഒരു തൊഴിൽ സാഹചര്യം കൂടെ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ജേർണലിസത്തിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ തിരുത്തപ്പെടേണ്ടത് എവിടെയാ? മെയിൻ സ്ട്രീം മീഡിയൻ്റെ അകത്തെ ക്യാപിറ്റലുമാണ് പൊളിറ്റിക്കൽ ഇന്റർവെൻഷനുമാണ്. ഈ തിരുത്തൽ നടത്തണം. സ്വയം വിമർശനപരമായിട്ട് മാധ്യമങ്ങളും ഈ പറയുന്ന രീതിയിൽ നമ്മൾ ഏത് പക്ഷത്ത് നിൽക്കണം, എത്രത്തോളം സത്യസന്ധമാവണം. ജേർണലിസ്റ്റിന് സർട്ടൻ മറ്റു തൊഴിലുകളും അതിരല്ല, സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് വേണ്ട ആവശ്യപ്പെടുന്നൊരു തരത്തിലുള്ള തൊഴിലും കൂടിയാണ്. അതിനടുത്ത് സത്യസന്ധമാവുക എന്നുള്ളത് ഒരു വ്യക്തി വിചാരിക്കേണ്ടതാണ്, സ്ഥാപനം വിചാരിക്കേണ്ടതാണ്, ക്യാപിറ്റൽ തന്നെയാണ് പ്രശ്നം. മൂലധനമാണ് നമ്മുടെ കണ്ടന്റിനെ തീരുമാനിക്കുക. അവിടെ ആ തിരുത്തൽ വരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നേരം ഞങ്ങൾക്കായിട്ട് ജേർണലിസത്തിന്റെ ഒരു പുതിയ അറിവ് പകർന്നു തന്ന മാമിന് ഒരുപാടധികം നന്ദി അറിയിക്കുന്നു. താങ്ക് യു.